ഞാൻ എൻ്റെ മെസ്സേജിലൂടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്ത് നമ്മുടെ ആരാധനാലയങ്ങൾ, അമ്പലമായാലും പള്ളിയായാലും മുസ്ലിം പള്ളിയൊക്കെ ആയാലും, ഇതെല്ലാം ഇപ്പോൾ നെഗറ്റീവാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നെഗറ്റീവ് അദൃശ്യ ശക്തികൾ, അത് ആസുരിക പൈശാചിക ശക്തികളാണ് ഇപ്പോൾ ഈ കാലഘട്ടത്ത് നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ലക്ഷണങ്ങളാണ് അവിടെയുള്ള പുരോഹിതന്മാർ തലതിരിഞ്ഞ് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കച്ചവട കേന്ദ്രങ്ങളായിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഉത്സവമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാള്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. ആ സമയത്തെല്ലാം വെറുതെ ഒരു ഉല്ലാസത്തിന് വേണ്ടിയുള്ള ആഘോഷങ്ങൾ, ഭക്തിയൊന്നുമില്ല, വെറുതെ ഒരു ചടങ്ങ് പോലെ ഒരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ആർഭാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസങ്ങൾ, അല്ലെ ചില ദിവസങ്ങളായിട്ടാണ് ഈ ഉത്സവവും പള്ളിപ്പെരുന്നാള് നമുക്ക് അറിയാമല്ലോ, നമുക്ക് ചുറ്റും കാണുന്നുണ്ടല്ലോ. കടന്ന് മൈക്കൊക്കെ വെച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരായിട്ട് മെനക്കെടുത്തിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി, ഇതൊക്കെ ഒരു ഉല്ലാസ ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇപ്പോൾ. അല്ലാതെ ഭക്തിയാലോ അല്ലെങ്കിൽ അവിടെ ഒരു ചൈതന്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ആരാധന കേന്ദ്രമാണെന്നൊക്കെ ആ സമയങ്ങളങ്ങ് മറന്നുപോകും. കൂടുതൽ മദ്യപിച്ച് കൊണ്ടുള്ള ഇച്ചിരി ബഹളങ്ങള്, കുറെ പിരിവ്, അതിൽ നിന്ന് കുറെ പൈസ വെട്ടല്, ഭീഷണിപ്പെടുത്തി പൈസ പിരിക്കല്, ഇങ്ങനെയൊക്കെ ഉള്ള വെറും ഒരു ബിസിനസ് മേഖലയാണ്, ബിസിനസ് ആൻഡ് എൻജോയ്മെന്റ് മേഖലയാണ് ഇപ്പോൾ ഈ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ദൈവം നിർത്തിക്കും. കാരണം ഇതിലൊന്നും അല്ല ദൈവം പ്രസാദിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊറോണ അല്ലെ കോവിഡ് എന്ന ഒരു മഹാമാരി ഭൂമി മൊത്തം വ്യാപരിപ്പിച്ചിട്ട് സകലമാന ആരാധനാ കേന്ദ്രങ്ങളും പൂട്ടിച്ചിട്ടുന്നതിന്റെ കാരണമേ പ്രകൃതി നമുക്ക് പഠിപ്പിച്ചതാണ്. കാര്യം ഇങ്ങനെയുള്ള കച്ചവട കേന്ദ്രങ്ങളിലുള്ള പ്രാർത്ഥനയോ ചടങ്ങുകളോ ഒന്നും അല്ല ശരിക്കും ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് വേണ്ടത്. ഇതെല്ലാം പാഴാണ്, അല്ലെങ്കിൽ വെറും വേസ്റ്റായി പോയി എന്നതിന്റെ തെളിവായിട്ടാണ് ഇതെല്ലാം നിർത്തിച്ച് കാണിച്ചത്. ഇതൊക്കെ നിർത്തിച്ചപ്പോ ശരിക്കും ഇവിടെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ ആസുരിക ശക്തികൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? സൃഷ്ടാവായ ദൈവം, അല്ലെങ്കിൽ നമ്മൾ പ്രകൃതി ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ കൊച്ചു 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 ശക്തികൾക്കൊന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിന്റെയൊക്കെ പിറകടക്കുന്ന പുരോഹിതന്മാർക്ക് വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. അവരെ കയ്യിൽ നിന്നൊന്നും നിൽക്കിയില്ല. ഇതൊരു സാമ്പിളാണ്. ഇനി അങ്ങോട്ടങ്ങോട്ട് ഇതിന്റെ ഹൈ ലെവലിലോട്ട് പ്രകൃതി തന്നെ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് ശിക്ഷിച്ച് നശിപ്പിച്ചും തുടങ്ങും, അല്ലെ ചെയ്തു തുടങ്ങി എന്നതാണ് എന്നിലൂടെ ദൈവം പല പ്രാവശ്യമായിട്ട് പറഞ്ഞു തരുന്നത്. നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളിലെല്ലാം നെഗറ്റീവായത് ഒരു കാലത്ത് നല്ല പോസിറ്റീവാക്കി ശരിക്കും നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇപ്പോ തനി ആഭാസ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം യാതൊക്കെ രീതിയിൽ എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യഭിചാരം വരെ ചിലപ്പോൾ ഇതിനകത്ത് നടക്കും, പല പരിപാടികളിലും നടക്കും. ആ ലെവലിലായിപ്പോയി. കാരണം ആർക്കും ദൈവഭയം ഇല്ല. പ്രധാനമായി സംഭവിക്കുന്നത് ഇതൊക്കെ ഒരു മിത്ത്, ഇതൊക്കെ ഒരു പഴഞ്ചൻ കഥകളായി മാറിയിരിക്കുകയാണ്. ഈ ദൈവം, ശിക്ഷ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആർക്കും ഒരു ചൂടില്ല, ആ ലെവലിലേക്ക് മാറിപ്പോയി. പക്ഷെ യഥാർത്ഥ ഭക്തരായും യഥാർത്ഥ ദൈവഭക്തിയുള്ളവരും ഞാൻ പറയുന്നത് പോലെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. അവർക്കൊന്നും ഇതൊന്നും അങ്ങോട്ട് ദഹിക്കില്ല, ഇതിലോട്ടൊന്നും അവർക്ക് പങ്കെടുക്കാനുള്ള മനസ്സും വരൂല. കാരണം അവർ പോസിറ്റീവാണ്. അപ്പൊ അത്തരക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ എന്റെ മെസ്സേജുകൾ മാക്സിമം പറയുന്നത്. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളും ആഘോഷങ്ങളും ഇപ്പൊ പെന്തക്കോസ് മേഖലയിലൊക്കെ ഇപ്പൊ കണ്ടറിയാം, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ് ഇപ്പോ. യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഡിസ്കോയും ഫാഷൻ പരേഡും തുള്ളക്കവും അങ്ങനെയുള്ള എന്തെല്ലാം കോപ്രായങ്ങൾ നടക്കുന്നു. പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ലേലം വിളിയും. ഇന്നാള് ഏതോ ഒരു ചക്കക്കുരു എന്തൊക്കെ ആയിരക്കണക്കിന് രൂപയ്ക്കൊക്കെയാണ് വിറ്റുപോയത്. കാരണം ഇത് അതിന് അത്രയും വില ഉണ്ടായിട്ടല്ല. ലേലം വിളി, മത്സരം, ഞാമ്പെടുക്ക് കാണിപ്പിന്റെ ഒരു കേന്ദ്രം. ലാസ്റ്റ് ഈ വിറ്റ് കഴിക്കുന്ന സാധനം, ആ കാശ് പള്ളിക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ആർക്കാണ്? പള്ളിയിലച്ഛനും അതിനപ്പുറത്തോട്ടുള്ള ബിഷപ്പ്, അങ്ങനെ പലരും ഉണ്ടല്ലോ, എല്ലാവരും കൂടെ മുറിച്ച് തിന്നും ഇതെല്ലാം. അല്ലാതെ പള്ളിക്കും യേശുവിനും ശിഷ്യന്മാർക്കും ഒക്കെ എന്തിന് ഈ പൈസ? അവരന്ന് ഉള്ളതേ
കളഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി നന്മ പഠിപ്പിക്കാനും ദൈവത്തെ പരിചയപ്പെടുത്താൻ ഇറങ്ങിയ ആ പാരമ്പര്യമാണുള്ളത്. ഇതേ സംഗതി തന്നെയാണ് എല്ലായിടത്തും. മുസ്ലിംസിന്റെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും പുരോഹിത വർഗങ്ങൾ ഇങ്ങനെ തിന്ന് പാവപ്പെട്ട ജനങ്ങളുടെ കാശില് തിന്ന് വീർത്ത് നടക്കുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് 2-3 ദിവസം ആയുള്ളൂ, ഏതൊരു പെന്തക്കോസ് പാസ്റ്റർ, എറണാകുളത്തുള്ള ഒരു പാസ്റ്റർ 20% നമ്മൾ ദൈവത്തിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു നോട്ടിന്റെയൊക്കെ ഒരു വലിയൊരു പടം, ഫ്ലെക്സ്, ഒരു പടം ബോർഡൊക്കെ വെച്ച് ജനങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയും ഇത്ര രൂപ ദൈവത്തിന് കൊടുക്കണം പറഞ്ഞാൽ എന്താണ്, യവന് കൊണ്ട് കൊടുക്കാനാണ് പറയണത്. ബൈബിൾ നിയമപ്രകാരം 10% ദൈവത്തിന് കൊടുക്കണമെന്നാണ്. അതുപോലെ ദൈവത്തിന് 10% ദൈവത്തിന് കൊടുക്കുന്നത് മാറി 10% പാസ്റ്റർ കൊടുക്കണമെന്നാണ്. ഇല്ലെങ്കിൽ ദൈവകോപം, ശിക്ഷ, ഇതൊക്കെയാണ് പറഞ്ഞ് പേടിപ്പിക്കണം ആൾക്കാരെ. മാല ഒരു എറിയല്, ആഭരണം ഒരു പാസ്റ്റർക്ക് കൊടുക്കല്, ഇതൊക്കെ ആയി. ഇപ്പൊ അത് ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഇപ്പൊ ഭൂമിയിൽ കൂടി വരികയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ ന്യായമായ വിധിയുടെയും ശിക്ഷയുടെയും ഒരു കാലഘട്ടമാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് ജനങ്ങൾ മുറുകി വരുമ്പോ ഇവർക്കൊന്നും ദശാംശം കൊടുക്കുമ്പോൾ അളവ് കുറയും. സ്വാഭാവികമായിട്ട് ഇവരുടെ കാശിലാണ് കാറും പ്ലെയിനും ഹെലികോപ്റ്ററും വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ തുടങ്ങി ഏക്കർ കണക്കിന് വസ്തുവൊക്കെ ഇട്ട് കച്ചവടം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം ഈ പാവപ്പെട്ട ജനങ്ങളുടെ കാശിലാണ്. എല്ലാ പുരോഹിത വർഗത്തിന്റെയും കാര്യമാണ്, അല്ലെ ഒരു മതം മാത്രം നോക്കണ്ട. ഇവരാണ് ഇത്ര പച്ചയ്ക്ക് വിളിച്ച് ചോദിച്ച് വിരട്ടി ഭീഷണിപ്പെടുത്തി വാങ്ങിക്കുന്നത് ഈ പെന്തക്കോസ് മേഖലയിലുള്ളവരാണ്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും, ഇപ്പൊ യുദ്ധവും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടായി, പ്രശ്നങ്ങളായി, വരുമാനം കുറഞ്ഞു. വരുമാനം കുറഞ്ഞപ്പോൾ പുതിയ ടെക്നിക്കാണ് 10% മാറ്റി 20% തരണമെന്ന് പുതിയ നിയമം ഇറക്കി ജനങ്ങളെ പേടിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. ഇതൊക്കെയാണ് ഈ ആരാധന കേന്ദ്രം ഇങ്ങനെ ആയിപ്പോയത്. ഒരു ദൈവമായിട്ടും അല്ലെ ദൈവത്തിന്റെ പോസിറ്റീവ് ഈ ക്രിസ്ത്യൻ മേഖലയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവ്, ഇതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. ഏതോ ആസുരിക ശക്തികൾ ഇപ്പൊ നയിച്ചുകൊണ്ട് പോകുന്നു. തുടക്കം കുറിച്ചത് ദൈവത്തിന്റേതാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ആരാധന കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ ഈ പൈശാചിക ശക്തികളാണ് നിയന്ത്രിക്കുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ നമുക്ക് ഇത് ശരിയാണോ തെറ്റാണെന്ന് നമുക്ക് ഇവരെയൊന്നും മനസ്സ് വായിക്കാനും നമുക്ക് പറ്റൂല. പക്ഷെ നമുക്ക് ഈ ലക്ഷണങ്ങൾ കണ്ട് നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും, പോസിറ്റീവാണോ നെഗറ്റീവാണോ. പക്ഷെ ദൈവം ഇനി അങ്ങോട്ട് ഈ ആരാധന കേന്ദ്രങ്ങളെല്ലാം പോസിറ്റീവ് ആക്കും എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാനും പറയുന്നുണ്ട്. എന്നെ വിശ്വസിച്ച് വരുന്നവർക്കൊക്കെ ഞാനും പറയാറുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് ഈ ആരാധന കേന്ദ്രങ്ങളെല്ലാം പോസിറ്റീവ് ആക്കുക എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് പോകണ്ട, അല്ലെങ്കിൽ നമുക്ക് പോകാനുള്ള ആവശ്യമില്ല. ദൈവമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള ആരാധന കേന്ദ്രങ്ങളല്ലേ മീഡിയമായിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ പോസിറ്റീവ് ആയാലല്ലേ അവർക്കും വളർന്നു വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവര് കുഴിയിൽ നിന്ന് പടുകുഴിയിലോട്ട് വീണുകൊണ്ടിരിക്കും. അപ്പൊ അവിടെയൊക്കെ പോസിറ്റീവ് ആയേ പറ്റൂ, ശിശുക്കളും വളരണ്ടേ. അപ്പൊ അങ്ങനെ പോസിറ്റീവ് ആവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ശക്തമായ എത്രത്തോളം പ്രാർത്ഥിക്കുക അത്രത്തോളം ദൈവം അത് ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, അതൊരു എനർജിയാണ്. അത് ഇതേ നമുക്ക് പറ്റൂ. അല്ലാതെ ഇവിടെ നിന്നും നമുക്ക് പോയിട്ട് ആരെ ഉപദേശിച്ചും വിരട്ടിയെന്ന് നന്നാക്കാൻ നമുക്ക് പറ്റൂല. കാരണം അത്രയും നെഗറ്റീവ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയും പവർഫുൾ ആയിപ്പോയി. ദൈവം വിചാരിച്ചാൽ എന്തെങ്കിലും പറ്റുള്ളൂ, ദൈവം അത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ പോസിറ്റീവ് ആയിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇങ്ങനെയുള്ള വേലത്തരങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേലത്തരങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവർക്ക് ന്യായമായ വിധി അവർക്ക് കിട്ടും. അതായത് ശിക്ഷയെ അവർക്ക് കിട്ടും ഈ വേലത്തരങ്ങളുള്ളവർക്ക്. എന്നാൽ ആത്മാർത്ഥമായും നിഷ്കളങ്കമായും സത്യസന്ധമായും പോകുന്നവർക്ക് അതിൻ്റെതായ ഗുണവും ഫലവും വരും. ഇപ്പൊ അത് വരുന്നില്ല. നേരത്തെ കൊണ്ടായിരുന്നത് പോലും ഇപ്പൊ ഇല്ല. ഇപ്പൊ എത്രത്തോളം സത്യസന്ധത ആത്മാർത്ഥമുള്ളവർ പോയാലും അവർക്ക് അവിടെ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം അവിടുത്തെ നെഗറ്റീവ്സിന്റെ അടി ഇവർക്ക് കിട്ടുകയാണ് ചെയ്യണത്. നമുക്ക് അറിഞ്ഞുകൂടാ. പോസിറ്റീവായിട്ടുള്ളവർക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ അവർക്ക് ഇരട്ടി പ്രശ്നമേ വരണുള്ളൂ. കാരണം പോസിറ്റീവ് ആവാത്തോണ്ടാണ് ഈ പ്രശ്നം. അമ്പലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ. അപ്പൊ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ പോസിറ്റീവായ ഒരു വ്യക്തി അവിടെ പോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ പോസിറ്റീവ് ഉണ്ടായിരിക്കും. ഇപ്പൊ നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ നെഗറ്റീവായ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് നല്ല ഗുണം വരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവിടുത്തെ നെഗറ്റീവും ഈ വരുന്നവന്റെ നെഗറ്റീവും കൂടെ ചേർന്ന് ഐക്യപ്പെട്ടിട്ട് അങ്ങോട്ട് നല്ല ഫലം, നല്ല ഗുണം കിട്ടും. അപ്പൊ ഈ നെഗറ്റീവ് ആസുരിക ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികളെയാണ് ഇനി ദൈവം നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ബന്ധിച്ചുകൊണ്ട് ഇത് മറ്റ് ഡയമെൻഷനിൽ നടക്കുന്ന കാര്യമാണ്. ഒരു ദേവാസുര യുദ്ധം നമുക്ക് വേണമെങ്കിൽ പറയാം. അവരെയൊക്കെ നശിപ്പിച്ചും അല്ലെ ബന്ധിച്ചും
കൊണ്ടിരിപ്പുണ്ട്. ഇത് ക്രമേണ നടക്കും. ഇപ്പൊ ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് ആ അമ്പലം അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ കേന്ദ്രം പെട്ടെന്ന് പോസിറ്റീവ് ആവുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. എങ്ങനെയാണോ നൈസ ഇതൊക്കെ നെഗറ്റീവ് ആയത് അതിന് അതേപോലെ നൈസ അങ്ങ് പോസിറ്റീവ് ആവും. അത് നടന്നോളും, നമ്മൾ ചെയ്യുക. അപ്പൊ പോസിറ്റീവ് ആവുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ന്യായമായത് അവിടെ നടക്കും. ഈ ന്യായമായി നടക്കുമ്പോൾ ഈ പുരോഹിതനായിരുന്നാലും മെയിനായിട്ട് ഈ പുരോഹിതന്മാരെയാണ് ഫസ്റ്റ് ന്യായമായ ശിക്ഷയും വിധിയും ബാധിക്കുന്നത്. അപ്പൊ അതും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കൾ പറയും, ഒരു അമ്പലമുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ഒരു അമ്പലമുണ്ട്, അവിടുത്തെ പോറ്റി ഈ വശീകരണ മന്ത്രം ജപിച്ച ഏലസ് എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണ കണ്ടിട്ടുണ്ട്. അവര് കാശ് കൊടുക്കുമ്പോൾ അവര് സ്ത്രീകളെ വശീകരിക്കാൻ, ഈ കോളേജിലൊക്കെ പോകുമ്പോൾ പ്രേമം സക്സസ് ആവണം, പിന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നമുക്ക് കിട്ടണം, അപ്പൊ അതിനുള്ള വശീകരണ ഏലസുകൾ കൊടുക്കും. അപ്പൊ ഇത് ഞാൻ പറയും, അമ്പലത്തിലെ പോറ്റി ആണ് ഈ ഏലസ്, ഇങ്ങനെ വശീകരണ ഏലസ്. അപ്പം പറഞ്ഞ ആ പോറ്റി വശീകരണ ഏലസ് മാത്രമല്ല, ശത്രുസംഹാരം. ഇപ്പം സ്വന്തം സഹോദരനാണെങ്കിലും സഹോദരർ അല്ലെ സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും വസ്തു തർക്കം, അപ്പം പ്രശ്നങ്ങളൊക്കെ ആവുമ്പോൾ അവനെ ഒന്ന് ശിക്ഷിക്കണേ എന്നും പറഞ്ഞ് സ്വന്തം സഹോദരനെതിരെ വേണമെങ്കിലും ഇയാൾ പൂജിച്ച് ഓരോന്ന് കലക്കി കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അപ്പോഴേ ഭയങ്കര ഡൗട്ട്, ഇത് എന്തോന്ന് പരിപാടി. ഒരു അമ്പലത്തിലെ പോറ്റി ഒരു പോസിറ്റീവ്, അമ്പലം തുറന്നപ്പോൾ എന്റെ മനസ്സിൽ പോസിറ്റീവ് ആണല്ലോ, അമ്പലവും പള്ളിയൊക്കെ പോസിറ്റീവാണ്, ദൈവത്തിന്റെ സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരാള് ഇങ്ങനെ ചെയ്യുന്നപ്പോ പകലും വൈകുന്നേരവും വിഗ്രഹത്തിന്റെ മുന്നിൽ ഭയങ്കരമായ ആരാധനയും പ്രാർത്ഥനയും ദീപാരാധനയും ഒക്കെ നടത്തുന്ന ആള് രഹസ്യത്തിൽ വീട്ടിയിരുന്ന് വരുന്നവർക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് പരിപാടികൾ ഒപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവരൊക്കെ ഒന്ന് ശിക്ഷ കിട്ടുന്നില്ലേ, ഇവരെ എന്ത് ശിക്ഷിക്കാത്തതെന്നൊരു ചോദ്യം പണ്ട് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇങ്ങനെ പലയിടത്തും ഉണ്ട്. ഇപ്പൊ ഭദ്രകാളിയെ വെച്ച് ഇതേപോലെ ശത്രുക്കളെ നശിപ്പിക്കുന്ന പരിപാടികൾ, അതിനുവേണ്ടി കുരുതിയും അതിനുവേണ്ടി ചില മന്ത്രങ്ങളൊക്കെ ചെയ്ത് ഏലസും അല്ലെങ്കിൽ വല്ല മുട്ടയിൽ ജപിച്ചും ഇതൊക്കെ ചെയ്യുന്നതെല്ലാം ഈ ആശ്രിക പൈശാചിക ശക്തികളാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അല്ല, യഥാർത്ഥത്തിലുള്ള തിന്മയെ നശിപ്പിക്കാൻ വന്ന കാളിയൊന്നും അല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ കാളിയുടെ പേരിൽ ഏതോ ഒരു പിശാചാണ് ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇവരൊക്കെയാണ് ശരിക്കും ദൈവം ഇനി പൂട്ടാൻ പോണത്. അപ്പം ഒറിജിനൽ എല്ലാം നിലനിൽക്കും. ഇതിന്റെയൊക്കെ പുറകെ പ്രവർത്തിക്കുന്ന രൂപങ്ങളിലൂടെ വ്യാജം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൈശാചിക ആശ്രിക ശക്തികളെയാണ് നശിപ്പിക്കുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും ഒറിജിനൽ അവിടെ കാണും. ഇപ്പൊ അങ്ങനെയല്ല, ഗണപതിക്ക് 50 തേങ്ങ 100 തേങ്ങ അടിച്ച ആ കാര്യം ഓക്കെയാണ്. ഇവൻ പ്രകൃതി വ്യവസ്ഥ പാലിച്ചാലെന്ത് പാലിച്ചില്ലെന്ത്, എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും പോയി ഗണപതിക്ക് കൊടുത്ത അത് വാങ്ങിക്കുന്നത് ദൈവത്തിന്റെ ശരിക്കുള്ള അമ്പലത്തിൽ പണ്ടുണ്ടായിരുന്ന ഗണപതിയല്ല, ഈ ഗണപതിയുടെ പേര് നിൽക്കുന്ന ഏതോ ഒരു ആശ്രിക ശക്തിയാണ്. അപ്പൊ ഇതിനെയൊക്കെയാണ് ഈ അന്ത്യകാലത്ത് ദൈവം നശിപ്പിച്ചു കളയുക അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ശക്തികളെ കൊണ്ട് അവരെ ബന്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അമ്പലത്തിൽ ഗണപതിക്ക് 50 തേങ്ങ അടിക്കാൻ വേണ്ടി ഒരുത്തം ചെന്ന് 50 തേങ്ങ അടിച്ച അവന് പണിയോട് പണിയായിരിക്കും. ശരി, ഒറിജിനലാണ് ഇപ്പം കാര്യം നോക്കണം, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. പണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് 50-100 തേങ്ങ അടിക്കുമ്പോൾ അവന്റെ കാര്യം അങ്ങ് സാധിച്ചു കൊടുക്കുമായിരുന്നു. എത്ര ഫ്രോഡാണെങ്കിലും അവന്റെ കാര്യം അങ്ങ് സാധിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവന്റെ വിചാരം ഗണപതിയാണ് ചെയ്തു കൊടുക്കുന്നതാണ് വിചാരം. ശരി, ഗണപതി അല്ല ചെയ്യുന്നത്. ഗണപതിയുടെ പേരിൽ വരുന്ന ഏതോ ഒരു പൈശാചിക ഇവന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി ഇവന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒറിജിനൽ അല്ലെങ്കിൽ പോസിറ്റീവായി കഴിയുമ്പോൾ അമ്പലം സൃഷ്ടാവൻ ദൈവം പോസിറ്റീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാൻ പോകുന്നവർക്കെല്ലാം തക്കതായ ശിക്ഷകൾ കിട്ടും. ഇതാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. ഇതേപോലുള്ള പൂജാരിയോ വല്ലോ ഭയങ്കര ഭക്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാറിയിരുന്ന് ഇതേപോലെ വല്ല ദുർമന്ത്രവാദം ചെയ്ത് ആൾക്കാരെ പൈസയും വാങ്ങിച്ച് സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവനൊക്കെ തക്ക ശിക്ഷകൾ കിട്ടും. ശിക്ഷ തരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ വലിയ പെട്ടെന്നൊരു മരണം അല്ലെങ്കിൽ ഒരു അപകടം, അതൊന്നും അല്ല. അവന്റെ മനസമാധാനം അങ്ങ് മാറ്റിക്കളയും. ഈ അന്ത്യകാലത്ത് ദൈവം ചെയ്യുന്ന മെയിൻ പരിപാടിയുണ്ട്. അതിനുവേണ്ടി ചില ശക്തികൾ ദൈവം ഈ ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. സമാധാനം അങ്ങ് പിൻവലിച്ചു കളയും. ഭൂമിയിലുള്ള ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നെല്ലാം സമാധാനം പിൻവലിക്കും. അപ്പൊ അവന് ജീവിതം കാണും, ജോലി കാണും, എല്ലാം കാണും, സമാധാനം കാണൂല. ഏതെങ്കിലും വഴിയിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് ഇങ്ങനെ എന്നും മനസ്സമാധാനം ഇല്ലാതെ ഉറക്കമില്ല, ആഹാരം കഴിക്കാനും തോന്നൂല. ചിലപ്പോൾ എന്തെങ്കിലും മാരക രോഗം അല്ലെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെട്ട് പെട്ടെന്നൊന്നും മരിക്കില്ല. എന്നും ടെൻഷൻ അടിച്ച് ഇല്ലെങ്കിൽ ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും രോഗം അതിങ്ങനെ അനുഭവിച്ച് എവിടെ പോയാലും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ല. ടെസ്റ്റ് ചെയ്ത് കാശത്രയും പോകും, പക്ഷെ രോഗം കണ്ടുപിടിക്കാൻ പറ്റണില്ല. ഇങ്ങനെ ഈ സമാധാനം നഷ്ടപ്പെടും. ചിലപ്പോൾ മക്കളെ കൊണ്ടായിരിക്കും സമാധാനം നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട്
സ്വസ്ഥതയില്ലാതെ അലഞ്ഞാണ് ഇങ്ങനെയുള്ള ഈ കർമ്മത്തിന്റെ ഫലങ്ങളെല്ലാം ഈ ഇവർക്ക് മതപുരോഹിതന്മാർക്കൊക്കെ കൂടുതലും കൊടുക്കുന്നത്. കാര്യം അവര് ഒരു സൈഡിൽ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ കിടത്തിക്കളഞ്ഞ പകരം അവിടെ ആര് ജോലി ചെയ്യും? അപ്പൊ ജോലി നടക്കട്ടെ, അവൻ ജോലി ചെയ്യട്ടെ, അത് വൃത്തിയും വെടുപ്പോടും ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷ ഒരു സൈഡിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അവര് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസാന്തരം വരും, പശ്ചാത്താപം വരും, ഞാൻ അങ്ങനെ ചെയ്തിട്ടായിരിക്കും, ഇങ്ങനെ ചെയ്തിട്ടായിരിക്കും. ഈ ബോധം അവരുടെ ഉള്ളിൽ, ദൈവം തന്നെ അവരുടെ ഉള്ളിൽ ബോധം കൊടുക്കും. ബോധം വരുമ്പോൾ പശ്ചാത്താപം വരികയും നേരായ വഴിയിലേക്ക് അവൻ തന്നെ മാറി വരികയും ചെയ്യും. അപ്പൊ ഇത്രയും നാളും കിടന്ന് അനുഭവിച്ചത് ഇതിന്റെ കർമ്മഫലമായിട്ട് അങ്ങ് മാറും. ഇങ്ങനെയാണ് ഈ മതപുരോഹിതരെ കൂടുതലും ശിക്ഷിച്ച് നന്നാക്കുന്നത്. അല്ലാതെ പെട്ടെന്നൊരു നാശം അവർ കൊടുക്കൂല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കാട്ടിക്കൂട്ടിയതിന്റെ ഫലം എങ്ങനെ അനുഭവിക്കും? അപ്പൊ ഈ ഭൂമിയിലിട്ട് തന്നെ മാക്സിമം അനുഭവിപ്പിച്ച് തീർപ്പിക്കും. അതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യത്തിൽ ദൈവം ചെയ്യുന്ന പരിപാടി. അതവർക്ക്. ഇനി ഭക്തജനങ്ങൾക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനവന്റെ പ്രവൃത്തി നന്നാക്കാതെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലം വരില്ല. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വീട്ടിലിരുന്ന് ദൈവത്തെ, സൃഷ്ടാവാൻ ദൈവത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ചില ദേവീ ദേവന്മാരിലും ഇപ്പൊ കൃഷ്ണഭക്തരുണ്ട്, ശിവഭക്തരുണ്ട്, ദേവീഭക്തരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവര് അവര് ആ ദേവനെയോ ദേവിയോ ആശ്രയിച്ചായിരിക്കും അവർ പോണത്. അവർ ഈ സൃഷ്ടാവ ദൈവത്തിലേക്ക് അവർ വളർന്നു വന്നിട്ടില്ല. അപ്പൊ അവരവിടെ ഇതിനെ ആശ്രയിച്ച് പോയാലും പ്രാർത്ഥനയ്ക്ക് ഫലം വരൂല. അപ്പൊ അമ്പലത്തിൽ പോയാലേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ള വളരാത്ത മനസ്സുള്ളവർ അമ്പലത്തിൽ പോയിരിക്കും. പക്ഷെ അവർക്ക് അറിയാൻ പറ്റൂലല്ലോ ഇതിപ്പോ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെ പോസിറ്റീവ് ആയി കഴിഞ്ഞു എന്നൊന്നും അവർക്കറിയാൻ പറ്റൂല. ഇതെങ്ങനെ മനസ്സിലാവുന്നത് വെച്ചാൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങളൊന്നും ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് വിശ്വസിക്കും, അയ്യോ ദൈവം എന്നെ കൈവഴിഞ്ഞു, അല്ലെങ്കിൽ ദൈവം ഇല്ലേ എന്നേ അവർക്ക് തോന്നുന്നില്ല. ശരിക്കും പോസിറ്റീവ് ആകുമ്പോഴുള്ള കുഴപ്പതാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടും പോകുമ്പോൾ ആൾക്കാർക്ക് ഈ ദൈവവിശ്വാസം നഷ്ടപ്പെടും. അവർക്ക് ഈ ദൈവം ഇല്ലേ. ബൈബിളിലൊക്കെ പറയുന്നത് വിശ്വാസത്യാഗം വരും എന്ന് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തേക്ക് പോകും. കാരണം ആർക്കും പ്രാർത്ഥിച്ചിട്ട് ഫലം വരില്ല. ഇങ്ങനെയുള്ള പ്രാർത്ഥന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടിയിട്ട്, പണ്ടൊക്കെ ധ്യാനം കൂടുമ്പോൾ പല അത്ഭുതങ്ങളും നടക്കും, അതിനുള്ള ഫലങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ധ്യാനം കൂടിയിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ഇങ്ങനെയുള്ള ആരാധന കേന്ദ്രങ്ങൾ, പ്രാർത്ഥനയ്ക്ക് പള്ളിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലോ പോയിട്ട് എത്ര നടന്ന് പ്രാർത്ഥിച്ചിട്ടും ഫലമില്ല. ഇനി അങ്ങനെയൊക്കെ പോകുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നം കൂടിക്കൂടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരും. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ഇവര് വിചാരം ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവം നമ്മളെ കൈവിട്ടു എന്നാണ്. പക്ഷെ ദൈവം കൈവിടുന്നതല്ല, ദൈവം നിങ്ങളെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. കാരണം ഇത്രയും നാളും നിങ്ങൾ തലതിരിഞ്ഞ് ജീവിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഭക്തി കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങളെ കാര്യം സാധിച്ചുകൊണ്ട് തന്നതെല്ലാം ദൈവമല്ല, ഏതോ ആശ്രിക ശക്തികൾ തന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ദൈവത്തിന് അതറിയാം. കാരണം നിങ്ങൾ വളർന്നിട്ടില്ല, ദൈവം എന്ന് വിചാരിച്ച് പോകുന്നു. എന്തെങ്കിലും കിട്ടണേ കിട്ടിപ്പോട്ടെ, തൽക്കാലം അതുകൊണ്ട് ആശ്വാസം വരട്ടെ എന്ന് വിചാരിച്ച് ദൈവം കൂടെ അനുവദിച്ച് വരുന്നൊരു കാര്യമാണത്. പക്ഷെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതും ആരും ദൈവത്തോട് അടുക്കുന്നില്ല, ആരും പ്രകൃതിയുടെ വ്യവസ്ഥകളൊന്നും പാലിക്കുന്നതുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലുള്ള ദേവീ ദേവന്മാർക്ക് ഇനി അങ്ങോട്ട് പവർഫുൾ ആവുകയും അവിടുത്തെ ആശ്രിക ശക്തികളെല്ലാം നശിപ്പിച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ ഉണ്ടല്ലോ ചൈതന്യങ്ങളുണ്ട്, പല പല ദേവന്മാരുടെ ചൈതന്യങ്ങളുണ്ട്. ന്യായമായ ശിക്ഷ നൽകാനും ഗുണം നൽകാനും ഒക്കെ ഉള്ള ശക്തികൾ ഈ അമ്പലങ്ങളിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇനി പവർഫുൾ ആവും. അപ്പൊ അവർ ന്യായമായ ദൈവത്തിന്റെ വ്യവസ്ഥയിലൂടെ മാത്രമേ ഇനി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം ഭക്തർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം വരുന്നില്ലെന്നേ ആദ്യം മനസ്സിലാവുള്ളൂ. പക്ഷെ ഇവരുടെ പ്രവൃത്തി നന്നായാലേ ഇനി ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം വരുള്ളൂ. ഈ ബോധം അവർക്ക് കിട്ടണം. അത് എന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് എത്ര അടന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലം വരുന്നില്ല എന്നൊക്കെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. പണ്ടത്തെ പോലെയല്ല, ദൈവം ഇപ്പൊ സ്ട്രിക്റ്റ് ആണ്, അമ്പലങ്ങളൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, പോസിറ്റീവ് ആയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗത്ത് തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റാതെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചാലൊന്നും ഇനി ഫലം വരൂല. കാര്യം പ്രകൃതി സ്ട്രിക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്നത് എന്റെ ഭാഗത്ത് എന്താണ് കുഴപ്പം, എന്ത് തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അവരുടെ ഭാഗത്തുള്ള ചെറിയ ചെറിയ തെറ്റുകൾ ആദ്യം പറഞ്ഞു കൊടുക്കുക. വിശ്വസിക്കണേ വിശ്വസിക്കും, എതിർക്കുക തർക്കുക ചെയ്യുന്നവരെ അപ്പോഴും തന്നെ അവരെ ഒഴിക്കുകയും കുറ്റയ്ക്കുക. നമ്മൾ പഠിപ്പിക്കാനൊന്നും പോകരുത്, കാരണം നന്നാവാൻ പ്ലാനില്ല. കുറച്ചു നാളും കൂടെ പല അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ കയറി ഇറങ്ങി മടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അവര് നന്നാവാൻ ശ്രമിക്കും. അതുവരെ അങ്ങ് വിട്ടുകളയാം. പക്ഷെ ദൈവം ഇല്ലെന്നോ അമ്പലത്തിൽ പോയിട്ട് യാതൊരു ഫലമില്ലെന്നോ ദൈവം നമ്മളെ കൈ ഒഴിഞ്ഞെന്നോ ആരെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടോണ്ടിരിക്കാൻ സമ്മതിക്കരുത്. കാര്യം പറഞ്ഞു കൊടുക്കുക. ദൈവമൊക്കെ ഉണ്ട്, ഇപ്പൊ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഈ ആരാധന കേന്ദ്രങ്ങൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ ഒരു
മാറ്റങ്ങൾ ഇതൊക്കെയാണ്. പാസ്റ്റർമാരാണെങ്കിൽ പള്ളിയിൽ അച്ഛന്മാരാണെങ്കിൽ അവർക്കൊക്കെ ഇനി അങ്ങോട്ട് പ്രശ്നങ്ങൾ വിഷയങ്ങൾ വരും. നമ്മൾ പ്രത്യക്ഷത്തെ കാണുമ്പോൾ അവർ വന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെ പ്രസംഗിക്കുന്നു. പക്ഷെ അവരുടെ കുടുംബപരമായി നോക്കുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ബ്ലോക്കും, അവർക്ക് സമാധാനം ഇല്ലാത്ത ലെവലിലേക്ക് സിറ്റുവേഷനിലൂടെ അവരെ പഠിപ്പിച്ചിരിക്കും. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു ദൈവത്തിന്റെ ആളായിട്ട് നിന്നും കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യണമെങ്കിലും അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർക്ക് സമാധാനം കാണൂല. ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ. കാരണം ദൈവം അവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ അനുവദിക്കും. ദൈവം അല്ലത് കൊടുക്കുന്നത്, അതിനുള്ള നെഗറ്റീവ്സുകളുണ്ട്, അവരെയൊക്കെ അങ്ങ് അനുവദിച്ചു വിട്ടുകൊടുക്കും. ഈ അന്ത്യകാലത്ത് ഇങ്ങനെ കുറെ നെഗറ്റീവ് ശക്തികളെ ദൈവം അങ്ങ് വിടും, അനുവദിച്ച് വിടും. കാരണം നീയൊക്കെ പോയി ഇവന്റെയൊക്കെ കർമ്മഫലങ്ങൾ അളന്ന് കൊടുത്തോ എന്നും പറഞ്ഞ് വിടും. കാരണം ഇത്രയും നാളും ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. ഇനി ഞാൻ ഫ്രീ പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പൊ ആ കർമ്മത്തിന്റെ ഫലങ്ങൾ, ആ പാപത്തിന്റെ ശമ്പളം അവനവൻ തന്നെ അനുഭവിച്ച് പഠിക്കുമ്പോൾ താനെ ബോധം വരും. അങ്ങനെയാണ് ഇനി കാലഘട്ടം ചെയ്യുന്നത്. ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ചില പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മതപുരോഹിതന്മാരും അല്ലാതെയുള്ള സാധാ ഭക്തരൊക്കെ ഉണ്ട്. അവർക്കൊന്നും പെട്ടെന്നൊരു മരണവും സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അവരെയൊക്കെ അങ്ങനെ പെട്ടെന്ന് മരണം സംഭവിച്ച അടുത്ത ജന്മം കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നരകം എന്ന ഡയമെൻഷനിലോട്ട് വിടേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും ദൈവം ഒഴിവാക്കും. കാരണം പല ജന്മങ്ങൾ ഇനി ഇല്ല, കാലഘട്ടം കഴിഞ്ഞല്ലോ. നരകം എന്ന ഡയമെൻഷനിൽ കൊണ്ടുപോയി ഇതിനെല്ലാം പ്രായച്ചിത്തവും ശിക്ഷ അനുഭവിക്കാൻ ആ ഒരു ലെവലിലും ദൈവം വിട്ടുകൊടുക്കൂല. കാരണം പോസിറ്റീവായിട്ടുള്ള ആത്മാക്കളല്ലേ. അപ്പൊ ഭൂമിയിൽ വെച്ച് തന്നെ മാക്സിമം ബോധം വരുത്തിക്കാനുള്ള ചെറിയ ചെറിയ ശിക്ഷകളും ശിക്ഷണങ്ങളും ഒക്കെ ഇവിടെ തന്നെ വരും. ഇതെല്ലാം നടക്കും. ഇതെല്ലാം ഈ കൂടുതലും ഈ ഭക്തരിൽ നടക്കും. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും കാര്യങ്ങളും നടക്കുന്നത് മുസ്ലിംസിന്റെ ഇടയിലാണ്. കാരണം അവരുടെ മതത്തിന്റെ അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത മുഹമ്മദ് നബിയിലൂടെ കൊടുത്ത അത് പ്രകാരം കർശനമായിട്ടുള്ള നിയമങ്ങൾ, സ്ട്രിക്റ്റ് ആണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയും നാളും ദൈവം സ്ട്രിക്റ്റ് ആവാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് അല്പം ഇളവുകൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഏറ്റവും കൂടുതലും കഷ്ടങ്ങളും കർമ്മഫലങ്ങളും ഒരുപാട് ഭൂമിയിൽ അനുഭവിക്കുന്നതും ദുരന്തങ്ങളും ദുർമരണങ്ങളൊക്കെ സംഭവിക്കുന്നതെല്ലാം ഈ കൂടുതലും മുസ്ലിംസിനായിരിക്കും. അപ്പൊ അതും കൂടെ ഹിന്ദുക്കൾ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച് വളരാതെ നിൽക്കുന്ന ശിശുക്കൾക്കൊക്കെ ഇനിയും ഒരുപാട് ചാൻസുകളുണ്ട്. പക്ഷേ എന്റെ മെസ്സേജുകൾ കേട്ട് സൃഷ്ടാവൻ ദൈവത്തെ മനസ്സിലാക്കിയവർക്ക് ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കരുത്. ഈ മെസ്സേജുകളൊന്നും അറിയാതെയും കേൾക്കാതെയും നിൽക്കുന്ന അനേക ശിശുക്കളുണ്ട്. അവിടെയാണ് ദൈവം ഇവിടെയാണ് ദൈവം എന്ന് പറഞ്ഞ് ഓടി കിടക്കുന്ന കണ്ണീരോടുകൂടി ഭക്തിയിൽ നടക്കുന്ന ഒരുപാട് ശിശുക്കളുണ്ട് നമ്മളെ ഹിന്ദുമതത്തിലൊക്കെ. ഹിന്ദുമതം പോലുള്ള ഇങ്ങനെയുള്ള പല പല ദേവീദേവന്മാരെ ആരാധിക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. അപ്പൊ അവർക്കൊക്കെ സൃഷ്ടാവായ ആ ഒറ്റ ദൈവത്തിലേക്ക് എത്തുന്നത് വരെ അവർക്ക് ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റവർക്കൊന്നും ഇനി ചാൻസ് ഇല്ല, പ്രത്യേകിച്ച് മുസ്ലിംസിന്. അവരെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മതത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ട് വന്നതാണ് അവര്. അപ്പൊ അവർക്ക് ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആണ് അവർക്ക്. പക്ഷെ ക്രിസ്ത്യൻസിന്റെ ഇടയിലും പെന്തക്കോസ്ത് സൃഷ്ടാവായ ദൈവത്തെ വിശ്വസിക്കുന്ന ആ ലെവലിൽ വളർന്നവർക്കും ഇനി ചാൻസ് ഇല്ല. ഈ രണ്ടു കൂട്ടരും മാക്സിമം നന്നായേ പറ്റൂ. ക്രിസ്ത്യനായി നിൽക്കുന്ന വിശുദ്ധന്മാരെയും കുരിശിനെയും കൊന്തമാല ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെയൊക്കെ പറയാൻ നടക്കുന്ന ശിശുക്കളായിട്ടുള്ളവരെയും ഭൂമിയിൽ വെച്ച് തന്നെ അവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനം ഇല്ലാത്ത ലെവലിൽ ജീവിതത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി ബോധം വരുത്തിച്ച് പഠിപ്പിച്ച് അവരെയും നന്നാക്കി കൊണ്ടുവന്നിരിക്കും. അങ്ങനെ ചുരുക്കം പറഞ്ഞ ഇനി അങ്ങോട്ട് കുറച്ച് ഞെരുക്കങ്ങൾ പലർക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ അനുഭവപ്പെട്ടതിന് ശേഷം ഒരുപാട് വ്യക്തികളും ബോധം വരും. ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങളെല്ലാം താനെ നന്നായി വരികയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ, ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്ന പലരും പോകുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ പോകുന്നവർ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഉണ്ട്. പോയിട്ട് ഫലം കിട്ടുന്നില്ല, പ്രശ്നത്തിനോട് പ്രശ്നം കൂടിക്കൂടി വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളായിട്ടുള്ള രീതിയിൽ ബോധം വരുത്തിക്കുക. വിശ്വസിക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കും, കണ്ണുള്ളവൻ കാണും, മനസ്സുള്ളവൻ മനസ്സിലാക്കും. ഓക്കെ, ഇനി ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്ത്.